ഇന്ന് 28-ാം ഓണമായിട്ട് നമ്മൾ ഓച്ചിറയിൽ കാളകെട്ടുത്സവം കാണാൻ പോവുകയാണേ. തൊട്ടടുത്ത് കിടന്നിട്ടും ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടേ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇതൊരു പഞ്ചലോഹം കാളയുടെ അതിൻ്റെ ആ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അതങ്ങ് പോയായിരുന്നു. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്വർണ്ണക്കാളയെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ വഴി ഫുള്ള് കാളകളായിരുന്നു. ഭയങ്കര ബ്ലോക്കുമായിട്ട് ഭയങ്കര കാളകളായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക്. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പാസ് ചെയ്ത് പോകാൻ നല്ല ബുദ്ധിമുട്ടിയെങ്കിലും പക്ഷേ ഇതിങ്ങനെ കണ്ട് പോകാനുള്ള രസം കൊണ്ട് അത് വലിയൊരു വിഷമമായിട്ട് നമുക്ക് തോന്നിയില്ല എന്നുള്ളതാട്ടോ സത്യം. ഓരോന്നിനെയും കാണുമ്പോഴും എന്തൊക്കെയോ നമുക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുമായിരുന്നു ഇതിനെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ബ്ലോക്കൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ കണ്ടിട്ടില്ലാത്തയും കേട്ടിട്ടില്ലാത്തയും വഴിയൊക്കെ നമ്മൾ കയറിപ്പോയി. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ പോയാണ് നമ്മൾ എത്തിയത്. അവസാനം വണ്ടി പോകത്തില്ലെന്നുള്ള സ്റ്റേജ് ആയപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഒതുക്കിയിട്ട് ഞങ്ങൾ നടന്നിട്ടാണേ പോയത്. അങ്ങനെ ആ വലിയൊരു കാളയുടെ മിനിയേച്ചർ ആണെന്ന് തോന്നിയത്. അങ്ങനെ എന്തോ ആണെന്ന് തോന്നി. രണ്ടിനും ഒരേ പേരൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നമ്മൾ ഓച്ചിറ എത്തിയേ. നമ്മുടെ ആ ഓച്ചിറ അമ്പലം, പടിഞ്ഞാറേ നട, കിഴക്കേ നട, ആ ഒരു ലുക്കിലൊക്കെ കാളയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. ഈ അമ്മമാരൊക്കെ ഈ കാളയെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴല്ലോ നമുക്ക് അതിശയം തോന്നും. കാരണം നമ്മൾ തന്നെ ഒന്ന് വന്നിട്ട് കുഴഞ്ഞപ്പോൾ അവിടെ അവർ പറയുന്ന കേട്ടില്ല 6 കിലോമീറ്റർ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്ത് അവർ ക്രെയിൻ വെച്ചൊന്നുമല്ല വലിച്ചുകൊണ്ട് വരുന്ന കുറേ കാളകൾ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നേ. അവിടെ കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്ന നോക്കിയതാണേ. അപ്പോൾ ഈ വഴിയോര സർക്കസ് അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ നല്ല വിഷമം വരും. എനിക്ക് വിഷമമാവുന്നേ. നമ്മുടെയൊക്കെ ലൈഫ് എന്ത് ലക്കിയല്ലേ നമ്മളൊക്കെ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പം. ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നേ. അവളാണെങ്കിൽ എല്ലാം ഇങ്ങനെ നോക്കുന്നു, അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്ര ലക്കിയാണെന്ന് തോന്നും. അങ്ങനെ കുറേ നേരം അതും കണ്ട് അവിടെ നിന്ന് അവരുടെ കുറച്ച് പരിപാടിയൊക്കെ കണ്ട് അങ്ങനെ അവർ വേറെ എന്തോ ഒരു പരിപാടി ചെയ്യാനായിട്ട് അവരിങ്ങനെ തയ്യാറെടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ആ കുഞ്ഞു മോളുണ്ടല്ലോ, അവൾ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ അവളിങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരത് അങ്ങനെ ചെയ്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു ഓരോന്ന് കാണാനായിട്ട്. പക്ഷേ സമയം അവർ കുറേ എന്തൊക്കെയോ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റിയില്ല. നടന്ന അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയേ. എന്തൊരു ഫീലാണെന്നറിയാവോ ഇവിടെ പുറത്ത്. ഇവിടെ ഇത്രയും വെയിലും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് വരുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് ഭയങ്കര വേറെയാ. 2025 ജാതി മതവർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെ. ഓച്ചിറ എന്ന് പറയുമ്പോൾ വെയിൽ കൊണ്ട് അവരൊരു വിഷറി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഇങ്ങനെ മറച്ചു പിടിച്ച് പോവുകയാണേ. നമ്മൾ തൊഴുത് ഒണ്ടിക്കാവിലും ഒക്കെ തൊഴുത് പിന്നെയും കറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കുറേ കാളകളൊക്കെ നിരന്നിട്ടുണ്ടായിരുന്നേ അവിടെ. അവരിങ്ങനെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആ നമ്പറിലൊക്കെ വന്നിട്ട് ഓരോ സ്പോട്ടിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വെയിലല്ലേ, അങ്ങേയറ്റം മൈഗ്രെയിൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ ഈ വെയിൽ കൊണ്ട് ഞാൻ ഏകദേശം തീരുമാനമായി. അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ച് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഞാൻ മറ്റേ വാവാനിയാഷ ആ പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാനും ഇത് കാണുന്നത്. അങ്ങനെ നമ്മൾ പിന്നെയും
വഴിയരിയിൽ ഇടവഴിയൊക്കെ കയറി. അങ്ങനെ നമ്മളെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വന്നേ. ഒരു തരത്തിൽ ആ ചേട്ടനെ ഞാൻ ഇവിടെ നിന്ന് ഇത് കാണാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. പക്ഷേ ചേട്ടൻ ഇപ്പോൾ വന്നപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി എല്ലാം കണ്ടപ്പോൾ. അപ്പോൾ പോയി കണ്ടില്ലായിരുന്നേ വൻ നഷ്ടമായി പോയെന്നെ. ഇത്രയും അടുത്ത് കിടന്നിട്ട് പോലും ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുക. അതുകൊണ്ട് ഇനി ഒരു വർഷവും മിസ്സാക്കാതെ ഞാൻ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുക ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.